NP ചെക്കുട്ടി, എന്തിനാണ് ഈ സർവേ എന്നാണ് അങ്ങ് കരുതുന്നത്? ഈ സർവേ നടത്തുന്നത് പാർട്ടിയാണ് എങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷം പറയുകയാണ്. പാർട്ടി ആണ് പരിപാടി നടത്തുന്നത്, സർക്കാരിന്റെ പരിപാടി പാർട്ടി എങ്ങനെ നടത്തുമെന്നുള്ള ചോദ്യം കൂടിയുണ്ടല്ലോ. അല്ല, തീർച്ചയായും ഈ പ്രശ്നത്തിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ സംവിധാനത്തെ പാർട്ടികൾ അവരുടെ കക്ഷി രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുരുപയോഗപ്പെടുത്തുന്നുള്ളൊരു പ്രശ്നം. അതിൻ്റെ വളരെ ക്ലിയർ എക്സാമ്പിളായിട്ടാണ് അത് തോന്നുന്നത്. കാരണം സർക്കാർ ഒരു സർവേ പ്രഖ്യാപിക്കുന്നു, സർക്കാരിൻ്റെ ഫണ്ട് ചെലവാക്കുന്നു, പക്ഷേ ആ സർവേ യഥാർത്ഥത്തിൽ നടത്തുന്നത് CPM എന്ന് പറയുന്നൊരു കക്ഷി മാത്രമാണ് എന്ന് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കുന്നത് സർക്കാർ സംവിധാനത്തെ പാർട്ടികൾ പിടിച്ചെടുക്കുന്നു, പാർട്ടികൾ ദുരുപയോഗം ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല, നേരത്തെ ജനകീയാസൂത്രണത്തിൻ്റെ കാലത്ത് പോലും ജനകീയാസൂത്രണത്തിൻ്റെ പേരിൽ നടക്കുന്ന പരിപാടികൾ അതിൽ ജനകീയ കമ്മിറ്റികൾ പിന്നെ എക്സ്പെർട്ട് കമ്മിറ്റികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയെങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മുടെ അനുഭവം എന്താണ്? CPMന് സ്വാധീനമുള്ള മേഖലകളിൽ CPMൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു നിയന്ത്രണത്തിലാണ് നടന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ജനകീയാസൂത്രണം അത് വലിയ ലക്ഷ്യങ്ങളോടുകൂടി, വലിയ ഉദാത്തമായ ലക്ഷ്യങ്ങളോടുകൂടിയാണ് മുന്നോട്ട് വന്നതെങ്കിലും പ്രായോഗികമായിട്ട് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അഴിമതിയെ വികേന്ദ്രീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തിച്ചേർന്നു. നമ്മുടെ കേരളത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ വാർഡ് തലത്തിലേക്ക് രാഷ്ട്രീയ അഴിമതി വ്യാപിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് വന്നു എന്നുള്ളതാണ് അതിൻ്റെ അനുഭവം നമ്മൾ ബോധ്യപ്പെടുത്തിയത്. അതേമാതിരി ഇപ്പോൾ 20 കോടി രൂപ പിന്നെ ആളുകൾക്കിടയിൽ വിതരണം ചെയ്തുകൊണ്ട് സർവേ നടത്തുമ്പോഴും ഈ സർവേ എന്ത് ആവശ്യത്തിനാണ്, എന്താ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു സർവേ നടത്തുന്നതിൽ എന്താ അർത്ഥമുള്ളത്? എന്താ ആവശ്യത്തിന് വേണ്ടിയാണ് സർവേ നടത്തുന്നത്? കേരളത്തിലെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് പറയാനാണോ, അല്ലെങ്കിൽ കേരളത്തിലെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാനാണോ? ഇത്തരം കാര്യങ്ങൾ നോക്കിയാൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഈ സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിലുള്ള ഒരു 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 നിലപാട് എന്താണ്? ഈ സർക്കാരും ജനങ്ങളും തമ്മിൽ റിലേഷൻഷിപ്പിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നതാണല്ലോ ഈ വീടുകളിൽ കയറിയുള്ള ഈ പ്രചാരണങ്ങളും വീടുകളിൽ കാര്യങ്ങൾ എത്തിക്കലും വീട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കലും അവരുടെ ചോദ്യങ്ങൾ ഉത്തരം പറയലും ആ തരത്തിലൊരു സംവിധാനമാണല്ലോ. ഒരുതരം കൊടുക്കൽ വാങ്ങൽ സംവിധാനമുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ ഈ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ അനുഭവം എന്താണ്? ഞാനൊരു ഉദാഹരണം പറയാം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രിയും പിന്നെ മന്ത്രിമാരും ചേർന്ന് ഒരു ബസ് യാത്ര നടത്തിയിരുന്നു. ഈ ബസ് യാത്ര ഉണ്ടാക്കിയ ഒരു എന്താ പറയുക ഞെട്ടൽ, അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും സാധാരണക്കാരായ ആളുകൾ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ, അല്പമെങ്കിലും പ്രതിഷേധത്തിൻ്റെ ഒരു ചെറിയ സൂചന കാണിച്ച, ഒരു കരിങ്കൊടി കാണിച്ച ആളുകൾ, അല്ലെങ്കിൽ ഒരു പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ച ആളുകൾ, അവരെയൊക്കെ കൈകാര്യം ചെയ്ത രീതി, അത് ഒരു ജനാധിപത്യ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സങ്കല്പിക്കാൻ കഴിയാത്ത വിധമുള്ള അത്യന്തം ക്രൂരമായിട്ടുള്ള ഒരു കടന്നാക്രമണം, ജനങ്ങളുടെ നേരെ ഒരു കടന്നാക്രമണം ആ കാലത്തൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതിനുശേഷം ഒരിക്കൽ പോലും ഈ സർക്കാരിനെ സംബന്ധിച്ച് ഈ സർക്കാരിൻ്റെ ജനകീയ സമ്പർക്കം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പേടിയാണ്. കാരണം ഈ ജനകീയ സമ്പർക്കം വീട്ടിലേക്ക് കയറി വന്നാൽ വീട്ടുകാർക്ക് എന്ത് സംഭവിക്കും, ജനങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന മട്ടിലുള്ള ഒരു അത്യാഹിതത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിലുള്ള യഥാർത്ഥത്തിലുള്ള അവരുടെ ഫീലിംഗ് എന്താണെന്നുള്ളത് കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലൂടെ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. ജനങ്ങൾ ഈ സർക്കാരിനെ സംബന്ധിച്ച് ഒട്ടും തൃപ്തരല്ല, ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒട്ടും തൃപ്തരല്ല. അവർ പറയുന്ന 1000 പരിപാടികൾ നടപ്പിലാക്കി, 10,000 നടപ്പിലാക്കി. മാത്രമല്ല ഞാനിപ്പോൾ പറയുന്നിട്ട് വികസന രാജ്യങ്ങളെയും കടത്തി വെട്ടിയെന്ന്. എൻ്റെ ദൈവമേ, വികസിത രാജ്യങ്ങളെയൊക്കെ കടത്തി വെട്ടിയിട്ട് നമ്മളിനിപ്പോൾ ചൊവ്വാഗ്രഹത്തിൽ പോയിട്ട് കൂട് കെട്ടാൻ പോവുകയാണോ? എന്തെല്ലാം തരം അസംബന്ധമായിട്ടുള്ള അവകാശവാദങ്ങളാണ് ഈ പറയുന്നത്. ഈ CPMന് വേണ്ടിയിട്ടോ സർക്കാരിന് വേണ്ടിയിട്ടോ ഈ പിന്നെ വെട്ടിപ്പാട്ട് പാടുന്ന ആളുകൾ തങ്ങൾ പറയുന്ന വാക്കുകളുടെ അർത്ഥം, ഇത് ജനങ്ങൾ എങ്ങനെയാണ് ഇതിൽ കാണുന്നത്, എത്ര പുച്ഛത്തോടു കൂടിയാണ് ജനങ്ങൾ തള്ളിക്കളയാൻ തിരിച്ചറിയാനുള്ള ബോധമെങ്കിലും വേണ്ടേ? വികസിത രാജ്യങ്ങളെ, ഇത് ചൈനയടക്കം പിന്നെ അമേരിക്ക അടക്കം ബ്രിട്ടൻ അടക്കമുള്ള വികസിത രാജ്യങ്ങളെ കവച്ച് വെച്ചു കഴിഞ്ഞു ഈ കേരളം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള മണ്ടത്തരങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ ആരാണ് ഇതൊക്കെ കേട്ട് ആ തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒന്നും ഇങ്ങോട്ട് കേൾക്കണ്ട, ഞങ്ങൾ അങ്ങോട്ട് പറയാം, ഞങ്ങളുടെ അവകാശവാദങ്ങൾ മാത്രം നിങ്ങൾ കേട്ടാൽ മതി എന്ന മട്ടിൽ ഈ ഒരു സംവിധാനം ഉണ്ടല്ലോ, ഇത് ജനങ്ങളെ അങ്ങേയറ്റം മടുപ്പിച്ചിട്ടുണ്ട്, വെറുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ വെറുപ്പിൻ്റെ അന്തരീക്ഷത്തെ മാറ്റിമറിക്കാൻ 20 കോടി രൂപ ചിലവാക്കിയിട്ട് വല്ല മാറ്റങ്ങളും വരുത്താൻ കഴിയുമോ? അതിന് കുറേ പിള്ളേരെ റോഡിലേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നു. അവരുടെ ഭാഗ്യം, അവർ ചില്ലറ വല്ലതും കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചോട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.